അസ്സലാമലൈക്കും. നമസ്കാരം. ഞാൻ ജുനൈദാണ്. മലപ്പുറം ഓട്ടോഡിലക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് വണ്ടിയാണ് പരിചയപ്പെടുന്നത്. രണ്ട് ഓട്ടോമാറ്റിക് ആണ്. CVT ഗിയർ ബോക്സ് അതേപോലെ AMT ഗിയർ ബോക്സിൽ വരുന്ന രണ്ട് വാഹനങ്ങളാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ രണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിനെ കുറിച്ച് പരിചയപ്പെടുകയും ചെയ്യാം, രണ്ട് വാഹനങ്ങളെ കുറിച്ച് അറിയുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കരുത്, അതുപോലെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന 2017 മോഡൽ 18 രജിസ്ട്രേഷനിൽ വരുന്ന മൈക്ര പരിചയപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ വാഗണർ പരിചയപ്പെടുന്നുണ്ട്. രണ്ടിന് പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് മൈക്ര വരുന്നത് CVT ഗിയർ ബോക്സിലാണ്, അതേപോലെ വാഗണർ വരുന്ന AMT ഗിയർ ബോക്സ് ആണ്. രണ്ട് ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ എന്താണ് CVT, എന്താണ് AMT എന്ന് ചോദിച്ചാൽ കൂടുതൽ ടെക്നിക്ക് പരമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. പക്ഷേ എൻ്റെ അടുത്ത് നിന്ന് വണ്ടി മേടിക്കുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ എനിക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വാഹനം ഓട്ടോമാറ്റിക് നമുക്ക് പരിചയപ്പെടലും കൂടിയാവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന വാഗണർ VXI 2018 മോഡലാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ മൈക്രയിലേക്ക് പോവാം. മൈക്ര വരുന്നത് ഫ്രണ്ട് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു വണ്ടിയാണ്. മൈക്ര നിസാൻ കമ്പനിയുടേതാണ്. നല്ല ക്വാളിറ്റി വാഹനമാണ്. ഇത് XV ഓപ്ഷനിൽ വരുന്നതാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അലോവിയിൽ, കമ്പനി സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ തുടങ്ങി ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. വാഹനത്തിന്റെ എല്ലാ സൈഡും നോക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയാണ്. റീപെയിന്റ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല, റീപ്ലേസ് വന്നിട്ടില്ല. നല്ല നീറ്റാണ് വാഹനം വരുന്നത്. പുറകിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും താഴെയാണ് നമ്മുടെ ക്യാമറ വരുന്നത്. നമ്മുടെ ഡിക്കി സ്പേസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ്. സ്റ്റെപ്പിന് ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ലോണ്ട്. പിന്നെ ബാക്കിൽ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പുത്തൻ പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള വണ്ടിയാണ് മൈക്ര. ടയർ 90% മോഡലുള്ള ടയർ പുറകിലുണ്ട്. ഫ്രണ്ടിലും ഏറെക്കുറെ ഒരു 80% മുകളിലുണ്ട്. അലോവിയിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള അലോവിയിലാണ് കേട്ടോ മൈക്രക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്റീരിയൽ നോക്കുക. ഇന്റീരിയൽ വരികയാണെങ്കിൽ പവർ വിൻഡോയുടെ വട്ടം വരുന്നുണ്ട്, അതേപോലെ എയർ ബാഗ് വരുന്നു, ചെറിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു ചാർജിങ് പോർട്ട് താഴെ വരുന്നുണ്ട്. ഇതും ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. പിന്നെ റിവേഴ്സ് ക്യാമറ, അതേപോലെ തന്നെ LCD കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വാഹനത്തിൽ. ഇതാണ് നമ്മുടെ കഥാപാത്രം CVT ഗിയർ ബോക്സ്. അപ്പോൾ ഞാനത് ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വണ്ടിക്ക് അടിപൊളിയാണ്, നല്ല നീറ്റാണ്. 5.4 ലക്ഷം റുപ്യയായിട്ട് നമ്മൾ ചോദിക്കണ വില. 2017-18 ഓട്ടോമാറ്റിക് മൈക്ര. ഫ്രണ്ടൊക്കെ വരികയാണെങ്കിൽ പവർ വിൻഡോൻ്റെ ബട്ടന്, ഇവിടെ എക്സ്റ്റേണൽ മിറർ കൺട്രോളിങ് ഇവിടെ വരുന്നത്, അതേപോലെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് വരുന്നുണ്ട്. സീറ്റ് കവറൊക്കെ പക്ക നീറ്റാണ്, ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഇല്ല. ബ്രേക്ക്, ആക്സിലേറ്റർ കാര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇതാണ് കേട്ടോ ഇതിൻ്റെ കീ വരുന്നത്. അപ്പോൾ നമുക്ക് ബട്ടൺ സ്റ്റാർട്ട് ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല, കീയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഈ സ്റ്റോറേജ് സ്പേസിൽ കീ വെക്കാം. ബ്രേക്ക് ചവിട്ടി പിടിക്കാനുള്ളൊരു ചിഹ്നം എന്താ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, കണ്ടില്ലേ? വലത്തെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്ക് ചവിട്ടി പിടിക്കാനുള്ളൊരു ചിഹ്നം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു പവർ വിൻഡോയുടെ സ്വിച്ച് ഉണ്ട്, സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി. 85,000 കിലോമീറ്റർ ഓടിയായി കാണിക്കുന്ന പാർക്കിംഗ് മോഡിലാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഇതാണ് പാർക്കിംഗ് മോഡ്, ഏറ്റവും ടോപ്പിലുള്ളത്. അപ്പോൾ നമ്മൾ നേരെ റിവേഴ്സിലേക്ക് മാറ്റി കഴിഞ്ഞാൽ വണ്ടി തന്നെ ഒന്ന് ഇളകുന്ന കാണാം. വണ്ടി തന്നെ ഒന്ന് ഇളകും. ആ സ്പോട്ടിൽ തന്നെ അവിടെ റിവേഴ്സ് കാണിക്കും. അതേപോലെ ന്യൂട്രലാണ് ന്യൂട്രൽ കാണിക്കും. അതേപോലെ ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവും കാണിക്കും. റിവേഴ്സിലേക്ക് ആകുമ്പം അതിൻ്റെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് തന്നെ മാറ്റുകയാണ്. മാത്രമല്ല CVT ഗിയർ ബോക്സ് നല്ല പെർഫോമൻസ് ആണ്, നല്ല പവർഫുൾ ആണ്. മാത്രമല്ല വണ്ടി പുറകിലേക്ക് പോവേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ CVT ഗിയർ ബോക്സിൽ വരില്ല. വണ്ടി എന്താ പറയുക, ഗിയർ മൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതൊന്നും നമ്മൾ അറിയാൻ കഴിയൂല. ഒരു ആക്റ്റീവ് ഒക്കെ കൊടുക്കുന്ന ആക്റ്റീവ് സ്കൂട്ടറൊക്കെ ഇല്ല, അതേപോലെ നമ്മൾ ആക്സിഡന്റ് കൊടുത്തൊരു ഒറ്റ പോക്കാണ്. അതിൽ നിന്ന് തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്തൊക്കെ ഓട്ടോമാറ്റിക്കലി മാറിപ്പോവും. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആയിട്ടാണ് എനിക്ക് CVT ഗിയർ ബോക്സ് ഒക്കെ തോന്നിയിട്ടുള്ളത്. CVT, AMT അല്ലാതെ ഒരുപാട് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ടൈപ്പുകളുണ്ട്. പക്ഷേ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ടൈപ്പ് ആണ് CVT ഗിയർ ബോക്സ്. അപ്പോൾ നമ്മൾ ഇനി വാഗണറിന്റെ വിശേഷങ്ങളിലേക്ക് പോകട്ടെ നമുക്ക്.
അപ്പോൾ ഒരിക്കൽ കൂടി വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് പറയാം 2017 മോഡൽ 18 രജിസ്ട്രേഷനിൽ വരുന്ന നിസാൻ മൈക്രയാണ് നമ്മൾ പരിചയപ്പെട്ടത്. 5.4 ലക്ഷം റുപ്യാണ് ആസ്കിംഗ് പ്രൈസ്. ഏകദേശം ഒരു 4.5 ലക്ഷം റുപ്യേൻ്റെ മുകളിലൊക്കെ നമുക്ക് ബാങ്ക് ലോൺ അവൈലബിൾ ആവുന്ന ഒരു വാഹനം കൂടിയാണ്. യാതൊരുവിധ റീപ്ലേസോ കാര്യങ്ങളോ ഇല്ലാത്തൊരു മൈക്രയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ നമ്മൾ വാഗനറിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാണ്. 2018 മോഡൽ വണ്ടിയാണ് വാഗനർ. ഇത് AMT ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. VXI ഓപ്ഷനാണ്. AC പവർ സ്റ്റാറിംഗ്, 4 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. തട്ടുമുട്ട് റീപ്ലേസ് മറ്റു വണ്ടിയോ പറഞ്ഞ പോലെ തന്നെ ഇതിന് വന്നിട്ടില്ല. നല്ല നീറ്റാണ്. മുകളിൽ റൂഫ് റെയിൽ വരുന്നുണ്ട്. പുറകിലൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയാണ്. അത്യാവശ്യം ഹൈറ്റുള്ളൊരു വാഹനമാണ് വാഗനർ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് കുറച്ച് നീളം കൂടി അല്ലെങ്കിൽ വലിപ്പമുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ ഞാനൊക്കെ ഒരു തടി കൂടിയ ആളാണ്. അപ്പോൾ എനിക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ ഈ ചെറുവണ്ടിയിലെ വാഗനർ. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയലൊക്കെ നോക്കുക. നല്ല നീറ്റാണ് ഇൻറ്റീരിയലൊക്കെ വരുന്നത്. എയർ ബാഗ് വരുന്നില്ല. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. സീറ്റ് കവറൊക്കെ നല്ല പക്ക അടിപൊളി സീറ്റ് കവറാണ്. ഇതാണ് നമ്മുടെ AMT ഗിയർ ബോക്സ്. അപ്പോൾ ഞാൻ ആ ഭാഗത്തുനിന്ന് വീഡിയോ എടുത്തോളാം. അപ്പോൾ ഫ്രണ്ട് ഒന്ന് കാണിച്ചു. ബാക്ക് സൈഡ് ആണെങ്കിൽ അത്യാവശ്യം ഹൈറ്റുള്ള സീറ്റ് ആയതുകൊണ്ട് നല്ല സ്പേസ് ആണ് വാഹനത്തിന്. ഡിക്കി സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് ഉള്ള ഒരു വാഹനം കൂടിയാണ്. ചെറിയൊരു രീതിയിലുള്ള ഡിക്കി സ്പേസ് ആണ് വാഹനത്തിന് വരുന്നത്. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. ഇന്റീരിയലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ്. നമ്മൾ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ പവർ വിൻഡോന്റെ ബട്ടൺ വരുന്നുണ്ട്. അതേപോലെ 4 പവർ വിൻഡോ വരുന്നുണ്ട്. അതേപോലെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് മിററിന്റെ നോബാണ് കാണുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സീറ്റ് വാഹനത്തിനില്ല. പക്ഷെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള ഒരു സീറ്റാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ചെയറിലൊക്കെ ഇരിക്കുന്ന ഫീലിങ്ങിൽ ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസ് ആണ് വാഗനർ തരുന്നത്. വാഗനറിന് അതേപോലെ തന്നെ ആക്സിലേറ്റർ, ബ്രേക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ക്ലച്ച് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മളത് AMT ഗിയർ ബോക്സിന്റെ അടുത്തെത്തി. ഇതാണ് നമ്മൾ വാഗനറിന് വരുന്ന കീ വരുന്നത്. മാനുവലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ചാവി ഒന്നിട്ട് 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി. 2018 മോഡല്. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഡ്രൈവിലായിട്ടാണ് കാണിക്കുന്നത് ഗിയർ ബോക്സ് ഉള്ളത്. ഒന്ന് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ന്യൂട്രലിലേക്ക് മാറ്റി. ഓക്കെ, വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. ന്യൂട്രൽ പൊസിഷനിലാണ് വണ്ടി ഉള്ളത്. തൊട്ട് മുകളിലേക്ക് നീക്കി കഴിഞ്ഞാൽ റിവേഴ്സിലേക്ക് മാറി വണ്ടി. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും വാഹനത്തിന് കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്യാവുന്നുള്ളൂ. അതേപോലെ ഒന്ന് തൊട്ട് താഴേക്ക് നീക്കി കഴിഞ്ഞാൽ ന്യൂട്രലിലേക്ക് മാറും. തൊട്ട് താഴേക്ക് നീക്കിയാൽ ഡ്രൈവ് മോഡിലേക്ക് മാറും. ഡ്രൈവ് മോഡിലേക്ക് മാറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ 1 എഴുതി കാണിക്കും. അത് 2, 3, 4, 5 ഓരോ ഗിയറിലേക്ക് മാറുമ്പോൾ നമുക്ക് മാനുവലി അറിയാൻ പറ്റും. അത് വണ്ടി ഒന്ന് സ്ലോ ആയി വീണ്ടും കുതിക്കുന്ന പോലെ ഫീൽ ചെയ്യും. CVT ഗിയർ ബോക്സ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നില്ല. അതേ സമയത്ത് AMT ഗിയർ ബോക്സ് ആണെങ്കിൽ, ഓട്ടോമാറ്റിക് മാനുവൽ ഗിയർ ബോക്സ് ആണെങ്കിൽ അങ്ങനെ വരും. മാത്രമല്ല നമുക്ക് ലെഫ്റ്റിലേക്ക് ഒന്ന് നീക്കി കഴിഞ്ഞാൽ ഇവിടെ മാനുവൽ മൈനസ് പ്ലസ് കണ്ടെങ്കിൽ അവിടെ ഒരു പ്ലസ്, ഏറ്റവും ടോപ്പിലൊരു മൈനസ്, അതുപോലെ നടുവിലൊരു M വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് പ്ലസിലേക്ക് നീക്കി ഫസ്റ്റ് സെക്കൻഡിലേക്ക് ഇതവിടെ ഇങ്ങനെ മാറുന്നത് കാണാം. സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇങ്ങനെ മാറുന്നത് കാണാം. അപ്പോൾ അത് വണ്ടി മൂവിങ് ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇപ്പോൾ തിരിച്ച് മൈനസിലേക്ക് നിൽക്കിയപ്പോൾ 1ലേക്ക് തന്നെ മാറി. അപ്പോൾ ഇതാണ് AMT ഗിയർ ബോക്സ്. പക്ഷെ എനിക്ക് തോന്നുന്നു മെയിൻ്റനൻസ് കുറവുള്ള വാഹനങ്ങളിൽ, അല്ലെങ്കിൽ മെയിൻ്റനൻസ് കുറവുള്ള ഒരു ഗിയർ ബോക്സ് ആണ് ഓട്ടോമാറ്റിക് മാനുവൽ ഗിയർ ബോക്സ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന AMT ഗിയർ ബോക്സ്. 5,10,000 നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയുള്ള വണ്ടിയാണ് വാഗനർ. 2018 മോഡൽ സിംഗിൾ ഓണർ, 55,000 ഓടിയത്. അപ്പോൾ 2 ഓട്ടോമാറ്റിക് വാഹനങ്ങളുണ്ട്. അപ്പോൾ ആർക്കും താല്പര്യം തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഇത്രയും നേരം നമ്മളെ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. നമസ്കാരം.